Hi friends, welcome to Learn Phase Chemistry classes. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു പീരിയോഡിക് ടേബിൾ കണ്ട് നമ്മൾ തുടങ്ങുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് പീരിയോഡിക് ടേബിൾ ആൻഡ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ്. അപ്പോൾ അതിൽ പീരിയോഡിക് ടേബിൾ എന്താണ്? പീരിയോഡിക് ടേബിളിനെ പറ്റി നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പീരിയോഡിക് ടേബിൾ കൊണ്ട് തുടങ്ങിയത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമേജ് നമുക്ക് പല സാഹചര്യങ്ങൾ മുന്നോട്ട് നമ്മൾ പഠിക്കുമ്പോൾ പല സ്ഥലത്തും ഈ ഇമേജ് നമുക്ക് വീണ്ടും ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം ബോർ ആറ്റം മോഡൽ എന്താണെന്ന് നോക്കാം. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഒരുപാട് സയൻറ്റിസ്റ്റുമാർ, ഒരുപാട് കെമിസ്റ്റുകൾ അവരവരുടേതായ രീതിയിൽ പ്രപ്പോസ് ചെയ്തു. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ എക്സ്പെരിമെൻറ്റുകളിലൂടെ അവർ പല രീതിയിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബോറിൻ്റെ ആറ്റം മോഡലാണ്. അദ്ദേഹം പറഞ്ഞു ആറ്റം, എല്ലാ വസ്തുക്കളും ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത് ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, ഒരു സെൻറ്റർ ഉണ്ട്. ആറ്റത്തിൻ്റെ ആ സെൻറ്ററിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയസിനെ നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം. ദെൻ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും, ഇപ്പോൾ സണ്ണിന് ചുറ്റും നമ്മുടെ പ്ലാനറ്റ്സ് ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്, ബോറടിക്കണ്ട. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. സണ്ണിന് ചുറ്റും നമ്മുടെ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന, എർത്ത് ഉൾപ്പെടെയുള്ള പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന പോലെ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദെൻ ഈ ഇലക്ട്രോൺസ് കറങ്ങുന്ന, ഈ ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പാത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദേ ആർ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എനർജി ലെവൽ എന്നും വിളിക്കുന്നു. അത് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ആ ടേം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നൊരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദി സർക്കുലർ പാത്ത് ആർ കോൾഡ് എന്താണ്? ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെൽസ്. ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഷെൽസ് ആണ് ഇപ്പോൾ ഇമേജിൽ കാണുന്നത്. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളുണ്ട്. ആ ഓർബിറ്റുകളിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ്. ഈ ഗ്രീൻ കളർ ഡോട്ടുകളായിട്ട് കാണുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഒരു ഫിക്സഡ് പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ these shells are named as K, L, M, N or 1, 2, 3, 4 etc. ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ല് നിങ്ങൾ ഇമേജ് നോക്കുകയാണെങ്കിൽ കാണാം. ന്യൂക്ലിയസുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ലിനെ നമ്മൾ എന്ത് ഷെൽ എന്നാണ്? ആ ഷെല്ലിന്റെ പേരെന്താണ്? കെ ഷെൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷെൽ നമ്പർ 1 എന്ന് പറയാം. അടുത്ത രണ്ടാമത്തെ ഷെല്ലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എൽ ഷെൽ ഓർ ഷെൽ നമ്പർ 2. മൂന്നാമത്തെ ഷെല്ലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എം ഷെൽ ഓർ ഷെൽ നമ്പർ 3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോർ പറഞ്ഞതിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന്, ആറ്റത്തിന്റെ സെൻട്രൽ ന്യൂക്ലിയസ് ഇരിക്കുന്നു. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറങ്ങുന്ന പാത്തിനെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നു. പിന്നെ ഈ ഓരോ ഷെല്ലിന്റെയും പേര് എങ്ങനെയായിരുന്നു? കെ, എൽ, എം, എൻ അല്ലെങ്കിൽ 1, 2, 3, 4 എക്സെട്ര. അങ്ങനെയാണ് ഷെല്ലുകൾക്ക് പേര് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ലൂയി ബോർ നമുക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഈച്ച് ഷെൽ എന്ന് പറയുന്നത് 2n² ആണ്. അതായത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പഠിച്ചു, ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഷെൽ കെ ഷെൽ. കെ ഷെൽ ഇപ്പോൾ ഒരു ആറ്റത്തിന് 15 ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ 15 ഇലക്ട്രോണും ഫസ്റ്റ് കെ ഷെല്ലിലായിരിക്കില്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പത്തെ ഇമേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ തൊട്ട് മുമ്പത്തെ ഇമേജ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കെ ഷെല്ലിൽ വെറും 2 ഇലക്ട്രോണേ അവിടെ ഉള്ളൂ. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. എം ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ മൊത്തം 11 ഇലക്ട്രോണിനും കൂടി കെ ഷെല്ലിൽ ഇരുന്നൂടെ? അല്ലെങ്കിൽ മൊത്തം 11 ഇലക്ട്രോണിനും കൂടി എൽ ഷെല്ലിൽ ഇരുന്നൂടെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ 2, 8, 1 എന്ന് പറയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തത്?
അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഷെല്ലിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോൺസിന് ഒരു പരിധിയുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് നമ്മൾ 2n² എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഓരോ ഷെല്ലിനും എന്തുണ്ട്? അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതിന് എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇഷ്ടം നമുക്ക് തോന്നുന്ന പോലെ ഇലക്ട്രോൺസിനെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാനാണ് നമുക്കൊരു ഫോർമുല ഉള്ളത്. ദാറ്റ് ഈസ് 2n². നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാം. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇരിക്കാൻ സാധിക്കും? എന്നിന് പകരം നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 × 1². 1² എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ 2 × 1 ദാറ്റ് ഈസ് 2 ഇലക്ട്രോൺസ്. ഇതിന്റെ അർത്ഥം എന്താ? ഒരു ആറ്റത്തിന്, ഒരു എലമെന്റിന് 15 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ 15ൽ വെറും 2 പേരെ മാത്രമേ കെ ഷെല്ലിൽ ഇരുത്താൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ സെക്കൻഡ് ഷെൽ എൽ ഷെല്ലാണ്. അവിടെ നമ്മൾ എന്നിന് പകരം 2 എന്ന് കൊടുക്കുന്നു. 2 × 2², 2 × 4 ദാറ്റ് ഈസ് 8 ഇലക്ട്രോൺസ്. അപ്പോൾ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണോ ഉണ്ടായിക്കോട്ടെ, നമുക്ക് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ ഇരുത്താൻ പറ്റൂ? വെറും 8 ഇലക്ട്രോൺസിന് മാത്രം. എം ഷെൽ ഈസ് 2 × 3² ദാറ്റ് ഈസ് ഈക്വൽ ടു 3² 9 ആണ്. 2 × 9 ഈക്വൽ ടു 18. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഓർബിറ്റിൽ അല്ലെങ്കിൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നിന്റെ സ്ഥാനത്ത് 2n² എന്ന് പറയുന്ന ഫോർമുലയിൽ എന്നിന്റെ സ്ഥാനത്ത് ആ ഷെല്ലിന്റെ നമ്പർ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ എൻ ഷെല്ല് കാണിച്ചിട്ടില്ല. എൻ ഷെൽ അല്ലെങ്കിൽ 4th ഷെൽ, അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 2 × 4² ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 1-2 എക്സാമ്പിൾസ് ഇവിടെ ചെയ്ത് നോക്കാം. സോഡിയം, Na എന്ന് പറഞ്ഞാൽ സോഡിയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സോഡിയത്തിന്റെ താഴെ 11 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് കാണാമല്ലോ, കാണാം. 11 എന്ന് പറയുന്ന നമ്പർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതെ, അറ്റോമിക് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അറ്റോമിക് നമ്പർ 11 ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? സോഡിയത്തിന് മൊത്തം 11 ഇലക്ട്രോൺസ് ഉണ്ട്. എങ്ങനെയാണ്? സോഡിയത്തിന് മൊത്തം 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ 11 ഇലക്ട്രോണിനെ എങ്ങനെ സോഡിയം അക്കോമഡേറ്റ് ചെയ്യും? ഇപ്പം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, സോഡിയത്തിൽ ഹാസ് ടോട്ടൽ ഓഫ് 11 ഇലക്ട്രോൺസ്. ഇനി ബോർ പറഞ്ഞ മോഡൽ അനുസരിച്ച് സോഡിയത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. സോഡിയം ഒരു എലമെന്റ് ആണ്, അപ്പോൾ അതിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. ആ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളും ഉണ്ടാകും. ഇനി 11 ഇലക്ട്രോൺസ് നിങ്ങൾക്ക് അവിടെ കാണാമോ? കാണാം. ഗ്രീൻ കളറിലുള്ള 11 ഇലക്ട്രോൺസ് ആണ് പുറത്ത് കാണുന്നത്. നമ്മൾ ഓരോ ഇലക്ട്രോണിനായിട്ട് ഓരോ ഷെല്ലിലേക്ക് കടത്താൻ പോവുകയാണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, നമുക്കറിയാം. 2 × 1² ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 11 എണ്ണം ഉള്ളതിൽ 2 എണ്ണം നമ്മൾ എന്ത് ചെയ്തു? കെ ഷെല്ലിലേക്ക് കൊടുത്തു. ദെൻ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ വരെ കൊടുക്കാം? 8 ഇലക്ട്രോണിനെ വരെ കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള 9 എണ്ണത്തിൽ 8 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്തു? എൽ ഷെല്ലിലേക്ക് കൊടുത്തു. അപ്പോൾ ഇനി ബാക്കി എത്ര ഇലക്ട്രോണാ? 1 ഇലക്ട്രോൺ ആണ്. ദെൻ എം ഷെൽ ഈക്വൽ ടു 18 ഇലക്ട്രോൺ വരെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും നമ്മൾ അവിടെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ബാക്കി സോഡിയത്തിന് ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരെണ്ണത്തിനെ അവിടെ കൊടുത്തു. അപ്പോൾ സോഡിയത്തിന്റെ സ്ട്രക്ചർ ഓഫ് ആറ്റം, സോഡിയത്തിന്റെ ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കെ ഷെല്ലില് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. സോഡിയത്തിന്റെ 11ൽ നിന്ന് 2 എണ്ണം നമ്മൾ കെ ഷെല്ലിൽ കൊടുത്തു. എൽ ഷെല്ലില് മാക്സിമം 8 ഇലക്ട്രോൺ കൊടുക്കാം. സോഡിയത്തിന് ഇനി 9 എണ്ണം ബാക്കിയുണ്ട്, അതിൽ 8 എണ്ണം നമ്മൾ അവിടെ കൊടുത്തു. എം ഷെല്ലില് മാക്സിമം 18 എണ്ണം കൊടുക്കാം. നമുക്ക് എത്ര എണ്ണം കൊടുത്താൽ മതി? ഒരെണ്ണം കൊടുത്താൽ മതി. ആ 1 ഇലക്ട്രോണിനെ അവിടെ കൊടുത്തു. അപ്പോൾ സോഡിയത്തിന്റെ എക്സാമ്പിൾ ഒക്കെ ആണല്ലോ. അപ്പോൾ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് 2,8,1. അപ്പോൾ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2,8,1. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകാം. ദിസ് ഈസ് ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ താഴെ 9 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അതിന്റെ അർത്ഥം ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അറ്റോമിക് നമ്പർ 9 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഫ്ലൂറിന് 9 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 9 ഇലക്ട്രോണിനെ എങ്ങനെയെല്ലാം ഷെല്ലിലേക്ക് കൊടുക്കാം, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ബോർ പറഞ്ഞതുപോലെ ന്യൂക്ലിയസ് ഉണ്ട്, ഷെല്ലുകളും ഉണ്ട്. 9 ഇലക്ട്രോൺസിനെയും നിങ്ങൾക്ക് മുകളിൽ കാണാമല്ലോ. ഓക്കെ, ഇനി ഈ 9 ഇലക്ട്രോണിനെ നമ്മൾ എങ്ങനെ കൊടുക്കും? ഫ്ലൂറിന്റെ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്? അതെ, 2 ഇലക്ട്രോൺ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മുകളിൽ കാണിച്ചിരിക്കുന്ന 9ൽ നിന്ന് 2 ഇലക്ട്രോണിനെ കെ ഷെല്ലിലേക്ക് കൊടുത്തു. ഇനി അടുത്തത് എൽ ഷെൽ. എൽ ഷെല്ലിൽ 8 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്, 8 ഇലക്ട്രോണിന് ഇരുത്താനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഫ്ലൂറിന് ഇനി വെറും 7 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 7 പേരെയും എടുത്ത് എൽ ഷെല്ലിലേക്ക് കൊടുക്കാം. അപ്പൊ ഇനി ഒരു ഷെല്ല് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? സോഡിയത്തിനായിരുന്നെങ്കിൽ 3 ഷെല്ല് ഉണ്ടായിരുന്നു, KLM എന്ന് പറയുന്ന 3 ഷെല്ല് ഉണ്ടായിരുന്നു. അതേസമയം ഫ്ലൂറിന് അങ്ങനെ ഒരു ഷെല്ല് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, സെക്കൻഡ് ഷെല്ലായപ്പോൾ തന്നെ ഫ്ലൂറിന്റെ എല്ലാ ഇലക്ട്രോൺസും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ദാറ്റ് ഈസ് 2,7. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഓർമ്മയില്ലാത്തവർ അല്ലെങ്കിൽ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ ഓർമ്മിക്കുക, ഇനി മറക്കരുത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് പുതിയ ഒരു ടോപ്പിക്കിലേക്കാണ്, ദാറ്റ് ഈസ് സബ്ഷെൽസ്. ഈ സബ്ഷെൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാകാൻ സാധ്യത. എന്താണ് ഈ പറയുന്ന സബ്ഷെൽസ്? ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറയാം. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരൊറ്റ ക്ലാസ് ആയിരിക്കില്ല ഉണ്ടാകുന്നത്, അല്ലേ? 10A ഉണ്ടാവും, 10B ഉണ്ടാവും, 10C ഉണ്ടാവും, 10D ഉണ്ടാവും, അങ്ങനെ ഇഷ്ടംപോലെ ഡിവിഷൻസ് ഉണ്ടാവും. ഈ എല്ലാ ഡിവിഷൻസിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയും? 10th സ്റ്റാൻഡേർഡ് എന്ന് പറയും. അപ്പോൾ കുറേ സബ് ക്ലാസ്സുകൾ ചേരുമ്പോൾ ഒരു വലിയ ക്ലാസ്സായി 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സായി. അതുപോലെയാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചിരുന്നത്. ഷെൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ ഷെൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, എൽ ഷെൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ, എം ഷെൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ എന്നാൽ അങ്ങനെ അല്ല. ഓരോ ഷെല്ലിലും ഇപ്പോൾ 10ാം ക്ലാസ്സിൽ കുഞ്ഞു കുഞ്ഞു ഡിവിഷൻസ് ചേർന്ന് വരുമ്പോൾ 10ാം ക്ലാസ് ആയി. അതുപോലെ ഈച്ച് മെയിൻ ഷെൽ ഹാവ് സബ് ഷെൽസ് ഓർ സബ് എനർജി ലെവൽസ്. ഓരോ ഷെല്ലിനും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഷെല്ലിനകത്ത് സബ് ഷെല്ലുകളുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ 10th സ്റ്റാൻഡേർഡിന് പല ഡിവിഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓരോ ഷെല്ലും നമ്മളിപ്പോൾ പഠിച്ച കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, ഇവർക്കെല്ലാവർക്കും എന്തുണ്ട്? അവരുടെ ഉള്ളിൽ സബ് ഷെല്ലുകളുണ്ട്. ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം, ഓരോ ഷെല്ലുകളും അവയിൽ അടങ്ങിയിരിക്കുന്ന സബ് ഷെല്ലുകൾ. കെ എന്ന് പറയുന്ന മെയിൻ ഷെൽ, അവനാകെ ഒരേ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് ആ സബ് ഷെല്ലിനെ വിളിക്കുന്ന പേര് എസ്. ഇപ്പൊ 10th സ്റ്റാൻഡേർഡ് 10A മാത്രമേ ഉള്ളൂ. അതുപോലെ അപ്പൊ 10th സ്റ്റാൻഡേർഡും 10A എന്ന് പറയുന്ന ഡിവിഷനും. അതുപോലെ കെ ഷെല്ലിന് എസ് എന്ന് പറയുന്ന സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? എൽ ഷെൽ, എൽ ഷെൽ എന്ന് പറയുന്നത് ഇപ്പൊ 9th സ്റ്റാൻഡേർഡിൽ 2 ഡിവിഷൻ ഉണ്ട്, 9A 9B. അതുപോലെ എൽ ഷെൽ, നമ്മുടെ സെക്കൻഡ് ഷെല്ലിന് 2 സബ് ഷെല്ലുണ്ട്, ദാറ്റ് ഈസ് എസ് സബ് ഷെൽ ആൻഡ് പി സബ് ഷെൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? കൺഫ്യൂഷൻ വരുന്നത്. നമ്മുടെ മൂന്നാമത്തെ ഷെല്ലായ എം ഷെൽ, 3 സബ് ഷെൽസ് ചേരുമ്പോഴാണ് നമ്മുടെ എം ഷെൽ ഉണ്ടാകുന്നത്. ആരൊക്കെയാണ് ആ 3 സബ് ഷെല്ലുകൾ? എസ്, പി ആൻഡ് ഡി. മനസ്സിലാവുന്നുണ്ടല്ലോ? നാലാമത്തെ ഷെല്ലായ എൻ ഷെൽ, 4 സബ് ഷെല്ലുകൾ ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. എസ്, പി, ഡി, എഫ്. അപ്പോൾ ഇപ്പം നമ്മുടെ എൽ ഷെൽ, ഉദാഹരണം ഒരു എക്സാമ്പിൾ പറയുകയാണ്. എൽ ഷെല്ലിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എൽ ഷെല്ലിനകത്ത് 2 കുഞ്ഞു ഷെല്ലുകളുണ്ട്, എസും പിയും. ഈ എസിലും പിയിലും കൂടി ഇരിക്കുന്നതാണ് ടോട്ടൽ 8 പേര്. എം ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എം ഷെല്ലിന് അകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ എസ്, പി, ഡി, ഈ 3 ഷെല്ലുകളുണ്ട്. ഈ 3 ഷെല്ലിലും കൂടിയാണ് 5 പേര് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ ആദ്യത്തെ ഷെൽ, നമ്മുടെ കെ ഷെൽ നോക്കുക. 1, ഷെൽ നമ്പർ 1 എന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന കെ ഷെൽ നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാവർക്കും എസ് സബ് ഷെൽ ഉണ്ടല്ലേ? കെക്ക് എസ് സബ് ഷെൽ ഉണ്ട്, എല്ലിന് എസ് സബ് ഷെൽ ഉണ്ട്, എമ്മിന് എസ് സബ് ഷെൽ ഉണ്ട്, എന്നിന് എസ് സബ് ഷെൽ ഉണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിനും 10A ഉണ്ടാവും, 9ാം ക്ലാസ്സിന് 9A ഉണ്ടാവും, 8ാം ക്ലാസ്സിന് 8A ഉണ്ടാവും, 7ാം ക്ലാസ്സിന് 7A ഉണ്ടാവും. അപ്പോൾ എല്ലാ ക്ലാസ്സുകൾക്കും എ എന്ന് പറയുന്ന ഡിവിഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനാണ് ഈ നിങ്ങൾ കാണുന്നത്. കെ ഷെല്ലിന്റെ അല്ലെങ്കിൽ ഷെൽ നമ്പർ 1ന്റെ എസ് സബ് ഷെൽ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 1S എന്ന് ഡിനോട്ട് ചെയ്യും. സെക്കൻഡ് ഷെല്ലായ എൽ ഷെൽ, അല്ലെങ്കിൽ ഞാൻ ഷെൽ നമ്പർ 2, മെയിൻ ഷെൽ നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എസ് സബ് ഷെല്ലിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? വെറും എസ് എന്നല്ല, 2S എന്ന് വിളിക്കും.
അവൻ്റെ പി സബ്ഷെല്ലിനെ നമ്മൾ എങ്ങനെ വിളിക്കും? 2p എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ എ ഡിവിഷനെ നമ്മൾ 10a എന്ന് പറയും. 10ാം ക്ലാസ്സിൻ്റെ ബി ഡിവിഷനെ നമ്മൾ 10b എന്ന് പറയും. 8ാം ക്ലാസ്സിൻ്റെ എ ആണെങ്കിൽ 8a എന്ന് പറയും. അതുപോലെ സെക്കൻഡ് ഷെല്ലിൻ്റെ എസ് സബ്ഷെല്ലിനെ നമ്മൾ 2s എന്ന് വിളിക്കും. സെക്കൻഡ് ഷെല്ലിൻ്റെ പി സബ്ഷെല്ലിനെ നമ്മൾ 2p എന്ന് വിളിക്കും. ദെൻ തേർഡ് ഷെൽ, അതിൻ്റെ എസ് സബ്ഷെല്ലിനെ നമ്മൾ 3s എന്നും പിയെ 3p എന്നും ഡിയെ 3d എന്നും വിളിക്കും. അതുപോലെ ഫോർത്ത് ഷെൽ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓരോ ഷെല്ലുകൾക്കും സബ് ഷെല്ലുകളുണ്ട്, സബ് ഡിവിഷൻസ് ഉണ്ട്. കെ ഷെല്ലിന് എസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലിന് എസ് മാത്രമേ ഉള്ളൂ, അതിനെ നമ്മൾ 1s എന്ന് വിളിക്കും. സെക്കൻഡ് ഷെല്ലിന് എസും പിയും ഉണ്ട്, അതിനെ നമ്മൾ 2s എന്നും 2p എന്നും വിളിക്കും. തേർഡ് ഷെല്ലിന് 3s 3p 3d ഉണ്ട്, അതിനെ നമ്മൾ spd ഉണ്ട്, അതിനെ നമ്മൾ 3s 3p 3d എന്ന് വിളിക്കും. ഫോർത്തിനാണെങ്കിലോ spdf 4 ഷെൽ സബ് ഷെല്ലുകളുണ്ട്, അതിനെ നമ്മൾ 4s 4p 4d 4f എന്ന് വിളിക്കും. ഇത്രയും. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, വളരെ എളുപ്പമാണ്. എസ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞ് ഡിവിഷൻ പോലെ അല്ലെങ്കിൽ കുഞ്ഞ് ഷെല്ല് പോലെ നിങ്ങൾ കാണുക. ഒരു ഷെല്ലിനകത്തുള്ള, മെയിൻ ഷെല്ലിനകത്തുള്ള കുഞ്ഞ് ഷെല്ല്. എസ് എന്ന് പറയുന്ന ഷെല്ലിൽ ആരുടേതോ ആയിക്കോട്ടെ 2 ഇലക്ട്രോൺസിനെ മാത്രമേ അവന് ഉൾക്കൊള്ളാൻ സാധിക്കും, ഇരുത്താൻ സ്ഥലമുള്ളൂ എന്ന് വിചാരിച്ചാൽ. പി എന്ന് പറയുന്ന ഷെൽ, അവിടെ 6 ഇലക്ട്രോൺസിന് ഇരുത്താനുള്ള സ്ഥലമുണ്ട്. ഡി ഷെല്ലില് 10 ഇലക്ട്രോൺസിനെ ഇരുത്താനുള്ള സ്ഥലമുണ്ട്. എഫിലാണെങ്കിലോ 14 ഇലക്ട്രോൺസിനെ വരെ അക്കോമഡേറ്റ് ചെയ്യും. ഇപ്പോൾ സിമ്പിൾ ആണ്, 4 ആഡ് ചെയ്ത് പോയാൽ മതി. 2 + 4 6, 6 + 4 10, 10 + 4 14. എസ് ആണെങ്കിൽ എങ്ങനെയാ? 2 ഇലക്ട്രോൺസ്, പി ആണെങ്കിൽ 6, ഡി ആണെങ്കിൽ 10, എഫ് ആണെങ്കിൽ 14. ഈ ഒരു കാര്യം കാണാതെ ഇപ്പൊ തന്നെ പഠിക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. ഈ ഡയഗ്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 1s 2s 2p 3s 3p 3d 4s 4p 4d 4f 5s 5p 5d 5f. ഈ പടം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്, കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. 1s ആദ്യം, 2s 2p അതിൻ്റെ താഴെ, 3s 3p 3d അതിൻ്റെ താഴെ, അങ്ങനെ പോവുക. എന്നിട്ട് ഞാൻ ആരോസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഈ ആരോയുടെ കൂടെ സഞ്ചരിക്കണം. ആദ്യം ആരാ വരുന്നത്? 1s അല്ലേ? 1s കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? 2s. 2s കഴിഞ്ഞ് ആരാ വരുന്നത്? 2p. അത് കഴിഞ്ഞ് 3s. അത് കഴിഞ്ഞ് 3p. ആരോയുടെ ഡയറക്ഷനിൽ നോക്കുക. 4s. അത് കഴിഞ്ഞ് 3d 4p 5s. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമ്മളൊരു ഒരു സീരീസ് ഒബ്റ്റെയിൻ ചെയ്തു. അതാണ് നിങ്ങളിപ്പോൾ മോളിൽ കാണുന്നത്. ആ ഓർഡർ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബൈഹാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ്, ചുമ്മാ ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് എല്ലാം തനിയെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഓർഡർ അങ്ങ് കാണാതെ പഠിച്ചോളൂ. പേടിക്കണ്ട, എല്ലാ കുട്ടികളും പഠിക്കും, ഉറപ്പാണ്. ആ സീരീസ് ഒന്ന് ഓർഡർ ഒന്ന് നോക്കിക്കേ. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 4f. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു കറക്റ്റ് ഓർഡർ ഉണ്ട്. പക്ഷെ 3p കഴിഞ്ഞിട്ട് 3dക്ക് പകരം 4s വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇവിടെ 3p കഴിഞ്ഞ് 4s വരാൻ കാരണം 3dയെക്കാളും 3d എന്ന് പറയുമ്പോൾ ആരാ? തേർഡ് ഷെല്ലിന്റെ ഡി സബ്ഷെൽ, അവനെക്കാളും 4sന് എനർജി കുറവാണ്. അപ്പോൾ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ഈ ഒരു സീരീസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ അത് ഒരുപാട് ആലോചിച്ച് തല വഹിക്കേണ്ട, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. റൈറ്റ് the subshell electronic configuration. ഞാനിവിടെ സബ്ഷെൽ ഈസി എന്ന് എഴുതുന്നുള്ളൂ, അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓഫ് ഫോളോയിങ്, താഴെ തന്നിരിക്കുന്നവയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയ എക്സാമ്പിൾ സോഡിയം, അറ്റോമിക് നമ്പർ ഈസ് 11. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സോഡിയത്തിന് 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 11 ഇലക്ട്രോണിനെ നമ്മൾ എങ്ങനെ സബ്ഷെല്ലുകൾക്ക് കൊടുക്കും? നമ്മൾ ആ ഡയഗ്രം നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കുക. ആ ഡയഗ്രത്തിൽ ആദ്യം വന്ന ആളാരായിരുന്നു? 1s. അതിലാർക്കും ഡൗട്ടില്ലല്ലോ.
ഇനി വീണ്ടും പുറകിലേക്ക് പോവുക. നമ്മൾ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പഠിച്ചു? 2. അപ്പോൾ അതിന് മുകളിൽ ഞാനൊരു 2 എന്ന് എഴുതി. അപ്പോൾ 11ൽ 2 ഇലക്ട്രോൺ ഞാൻ 1s കൊടുത്തു. ഇനി ഡയഗ്രത്തിലേക്ക് വരിക. 1s കഴിഞ്ഞാൽ ആരായിരുന്നു? 2s. അപ്പോൾ ഞാൻ 2s എഴുതി. അതും എസ് ആണ് അല്ലേ? എസ് സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനുള്ള കപ്പാസിറ്റി ഉണ്ട്? 2 ഇലക്ട്രോൺസ്. അവിടെ ഞാനൊരു 2 കൊടുത്തു. ദെൻ ഡയഗ്രത്തിലേക്ക് പോവുക. 2s കഴിഞ്ഞ് ആരാണ് വരുന്നത്? 2p. 2p. പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസാ? 6 ഇലക്ട്രോൺസ്. അപ്പോൾ ഞാൻ 6 അവിടെ എഴുതി. അപ്പോൾ ടോട്ടൽ എത്രയായി? 2 + 2 4, 4 + 6 10. ഇനി സോഡിയത്തിന് എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോൺ. ഡയഗ്രത്തിലേക്ക് പോവുക. 2p കഴിഞ്ഞ് ആരാ വരുന്നത്? 3s. എസ്സിൽ മാക്സിമം 2 എണ്ണത്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ സോഡിയത്തിന് ഇനി 1 എണ്ണമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ 1 ഞാൻ അവിടെ എഴുതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നൈട്രജൻ ആൻഡ് അറ്റോമിക് നമ്പർ ഈസ് 7. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 7 ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യം ആരാ വരുന്നത്? ഇനി പതുക്കെ പതുക്കെ നമ്മുടെ ഡയഗ്രത്തിലേക്ക് നോക്കുന്നത് നിർത്തണം, കാണാതെ പഠിക്കണം. ആദ്യം 1s ആണ്. എസ്സിൽ 2 ഇലക്ട്രോൺസ് ഇടാം. ദെൻ 2s ആണ്. എസ്സിൽ 2 ഇലക്ട്രോൺസ് ഇടാം. മൊത്തം 4 ആയി. ഇനി 3 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. അടുത്ത് വരുന്നത് 2p ആണ്. പിയിൽ 6 എണ്ണത്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ 6 എണ്ണമായിട്ട് ഇവിടെ 10 ഇലക്ട്രോൺ ആയി പോകും. നമുക്ക് എത്ര എണ്ണം മതി? 3 എണ്ണം മതി. ഓക്കെ ആണല്ലോ? ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ക്ലോറിൻ അറ്റോമിക് നമ്പർ എത്രയാ? 17. ക്ലോറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. ആദ്യം 1s ആണ് വരുന്നത്. അവിടെ 2 ഇലക്ട്രോൺ. ദെൻ 2s വരുന്നു, 2 ഇലക്ട്രോൺ. 2p 6, 3s 2. ഇപ്പം എത്രയായി മൊത്തം? 2 + 2 4, 4 + 6 10, 10 + 2 12. ഇനി 5 ഇലക്ട്രോൺ വേണം. 3s കഴിഞ്ഞ് ആരാ വരുന്നത്? 3p. 3p 5. പിയിൽ 6 ഇലക്ട്രോണിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം കൊടുത്താൽ മതി? 5 എണ്ണം കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതി ഉപയോഗിച്ച് കോപ്പറിനും ക്രോമിയത്തിനെയും ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സിനെയും നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുക്കാം. അപ്പോൾ എന്തുകൊണ്ട് കോപ്പറിനും ക്രോമിയത്തിനും കൊടുക്കുന്നില്ല? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.